Hello friends, welcome back to Aisha's classroom. അപ്പോൾ ഈ വീഡിയോ 10th സ്റ്റാൻഡേർഡ് ബയോളജി സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളേജിലെ നോട്ട്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേലെ ഐക്കാർഡിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം ഈ നോട്ട് കാണുക. ഓക്കെ, അപ്പോൾ ആ നോട്ടിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വിഷൻ എന്ന പാർട്ടായിരുന്നു. ഡിസോർഡർ ആൻഡ് ഡിസീസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി ഹിയറിങ് മുതൽ ബാക്കിയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വീഡിയോ ശരിക്കും കാണാൻ നല്ലൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ നോട്ടിൽ ഫസ്റ്റ് പറയുന്ന ദ ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ ഹിയർ. ഹ്യൂമൻ ഇയറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹിയറിംഗ് ആൻഡ് ബോഡി ബാലൻസ് അല്ലേ, കേൾവിയും ബോഡി ബാലൻസിങ്ങുമാണ് നമ്മുടെ ചെവിയുടെ മെയിൻ ഫങ്ഷൻ. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ഹ്യൂമൻ ഇയർ? ഹ്യൂമൻ ഇയറിൻ്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചിത്രം നിങ്ങൾ എന്തായാലും വരയ്ക്കാൻ പഠിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങളും കൃത്യമായിട്ട് അടയാളപ്പെടുത്താനും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് എന്ത് ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രം എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഹ്യൂമൻ ഇയറിൻ്റെ 3 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ. അതിൽ എക്സ്റ്റേണൽ ഇയറിൽ വരുന്ന ഭാഗങ്ങളാണ് ഇയർ, പിന്നെ ഇയർ കനാൽ, ഇയർ ഡ്രം ആൻഡ് ടിമ്പനം. അത് ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ലാബിൽ ചെയ്തിട്ടുണ്ട്. ഇനി മിഡിൽ ഇയറിൽ വരുന്നതാണ് മാലിയസ്, ഇങ്കസ്, സ്റ്റേപ്പസ്, യൂസ്റ്റീഷ്യൻ ട്യൂബ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് മിഡിൽ ഇയറിൽ വരുന്നത്. ഇനി ഇൻറ്റേർണൽ ഇയറിൽ വരുന്ന ഭാഗങ്ങളാണ് കോക്ലിയ, വെസ്റ്റിബ്യൂൾ, സെമി സർക്കുലർ കനാൽ ആൻഡ് ഓഡിറ്ററി നെർവ്. ഓക്കെ, ഇതിൻ്റെയൊക്കെ അടിപൊളി ക്ലാസ് ഓൾറെഡി എടുത്തതുണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ് നിങ്ങൾ ഈ നോട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ പച്ചവെള്ളം പോലെ പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സേഫ്റ്റി മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ഡസ്റ്റ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എൻറ്ററിങ് ദ ഇയർ ആർ ഡാഷ്. അതായത് എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് ഡസ്റ്റും അതോ പാർട്ടിക്കിൾസും ഒക്കെ ചെവിയിലേക്ക് കിടക്കുന്നത് തടയാനായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഹെയർസ് ആൻഡ് ഇയർ വാക്സ് അല്ലേ, ഹെയർസും ഇയർ വാക്സും ഒക്കെയാണ് നമ്മൾ ഡസ്റ്റിനൊക്കെ തടഞ്ഞു നിർത്തുന്നത് ചെവിയിലുള്ള. ഓക്കെ, വെൻ സൗണ്ട് വേവ്സ് എൻറ്റർ ടു ദ ഇയർ ഡാഷ് സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്. സൗണ്ട് വേവ്സ് നമ്മൾ ഇയറിലേക്ക് കടക്കുമ്പം എന്താണ് വൈബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇയർ ഡ്രം അല്ലേ, ഇയർ ഡ്രം അഥവാ ടിമ്പനം എന്താവുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു. ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഇതാണ്, സ്റ്റേപ്പസ് ആണ്. ഓക്കെ, നെയിം ദ ബോൺസ് ഓഫ് ഇയർ ഓസിക്കിൾസ്. ഇയർ ഓസിക്കിൾസിൽ വരുന്ന ബോൺസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ബോൺസ് കൂടിയതാണ് ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്. മാലിയസ്, ഇങ്കസ് ആൻഡ് സ്റ്റേപ്പസ്. They amplify sound waves 22 times and pass the vibration from the eardrum to the oval window. ഇത് ആംപ്ലിഫൈ സൗണ്ട് വേവ്സിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. എത്ര? 22 ടൈംസ് ഇത് ആംപ്ലിഫൈ കൂട്ടുന്നു. ടു ദ ആൻഡ് പാസ് ദ വൈബ്രേഷൻ ഫ്രം ദ ഇയർ ഡ്രമ്മിൽ നിന്നുള്ള വൈബ്രേഷൻ ഓവൽ വിൻഡോയിലേക്ക് പാസ് ചെയ്യുന്നു. അടുത്തത് ദ ട്യൂബ് ദാറ്റ് കണക്ട്സ് ദ മിഡിൽ ഇയർ ടു ദ ഫാരിങ്സ്. മിഡിൽ ഇയറിനെ ഫാരിങ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ട്യൂബ് ഏതാണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? അതിൻ്റെ ഫങ്ഷൻ എന്താണ്? നിങ്ങൾക്കറിയാം യൂസ്റ്റീഷ്യൻ ട്യൂബാണ് ഫാരിങ്സിനെ മിഡിൽ ഇയറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. It helps to regulate the pressure inside the middle ear. മിഡിൽ ഇയറിന് ഉള്ളിലുള്ള പ്രഷറിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ യൂസ്റ്റീഷ്യൻ ട്യൂബാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻ. അടുത്തത് ദ സ്ട്രക്ചർ ഓഫ് ഇൻറ്റേർണൽ ഇയർ. ഇൻറ്റേർണൽ ഇയറിൻ്റെ സ്ട്രക്ചർ. The internal ear seen inside the bony labyrinth as membranous labyrinth. A coiled tube-like cochlea and the vestibular apparatus, vestibule and 3 semicircular canal are the parts of inner ear. The membranous labyrinth is filled with a fluid named endolymph, and the space between the bony and membranous labyrinth is filled with another fluid named perilymph.
അപ്പോൾ നമ്മൾ പറയുന്ന ഇൻറ്റേർണൽ ഇയറിൻ്റെ സ്ട്രക്ചറാണ്. ഇൻറ്റേർണൽ ഇയർ കാണുന്നത് ഒരു ബോണി ലാബ്രിന്തിൻ്റെ ഉള്ളിലാണ്. അതിലൊരു മെംബ്രെയിനസ് ലാബ്രിന്തും ഉണ്ട്. ഓക്കെ, എ കോയിൽഡ് ട്യൂബ് ലൈക്ക് കോക്ലിയ ആൻഡ് ദ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആർ ദ പാർട്സ് ഓഫ് ഇന്നർ ഇയർ. ഇന്നർ ഇയറിൻ്റെ ഭാഗങ്ങളാണ് ട്യൂബ് പോലെയുള്ള കോക്ലിയയും വെസ്റ്റിബുലാർ അപ്പാരറ്റസും. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിബ്യൂളും 3 സെമി സർക്കുലർ കനാലും ചേർന്നതാണ്. The membranous labyrinth is filled with a fluid named endolymph. Membranous labyrinth ഒരു endolymph എന്ന ഫ്ലൂയിഡ് കൊണ്ട് ഫിൽ ചെയ്തിരിക്കുന്നു. ആൻഡ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ബോണി ആൻഡ് മെംബ്രെയിനസ് ലാബ്രിന്ത്. ബോണി ലാബ്രിന്തിനും മെംബ്രെയിനസ് ലാബ്രിന്തിനും ഇടയിലുള്ള സ്പേസ് ഫിൽ ചെയ്തിരിക്കുന്നത് പെരിലിംഫ് എന്ന ഫ്ലൂയിഡാണ്. അപ്പോൾ ഇത്രയുമാണ് ഇൻറ്റേർണൽ ഇയറിൻ്റെ സ്ട്രക്ചർ. മറ്റൊരു കാര്യം പറയുന്നത് cochlea of the internal ear function in hearing, while the vestibular apparatus helps to maintain body balance through transmitting impulses to the cerebellum. അതായത് കോക്ലിയ ഫങ്ഷൻ ചെയ്യുന്നത് കേൾവിക്കും വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ഹെൽപ്പ് ചെയ്യുന്നത് ബോഡി ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. എങ്ങനെ? ട്രാൻസ്മിറ്റിംഗ് ഇമ്പൾസസ് ടു ദ സെറിബെല്ലം. സെറിബെല്ലത്തിലേക്ക് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ബോഡി ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസിൻ്റെ ഫങ്ഷന്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സ് സീൻ ഇൻസൈഡ് ദ വെസ്റ്റിബുലാർ അപ്പാരറ്റസ്? വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ കാണുന്ന വ്യത്യസ്ത തരത്തിലുള്ള റിസപ്റ്റേഴ്സ് ഏതൊക്കെ എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. The cluster of receptors, hair cells seen inside the utricle and saccule of the vestibule are immersed in a jelly substance, and the sensory hair cells in the ampulla of the semicircular canal are also immersed in a jelly substance. All these receptors, hair cells, are stimulated according to the movement of head. അടുത്ത ക്വസ്റ്റ്യൻ, കോക്ലിയ ഹിയറിംഗ് ഡാഷ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ഇതാണ് ക്വസ്റ്റ്യന്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ് ബോഡി ഇക്വിലിബ്രിയത്തിന് സഹായിക്കുന്നത്. ദ സ്വെല്ലൻ എൻഡ് ഓഫ് സെമി സർക്കുലർ കനാൽ. സെമി സർക്കുലർ കനാലിലെ സ്വെല്ലൻ എൻഡ് എന്താണ് പറയുന്നത്? ആംപ്യുല. അടുത്ത ക്വസ്റ്റ്യൻ, കോക്ലിയ ഓഡിറ്ററി നെർവ് സെറിബ്രം എന്ന് കൊടുത്തിട്ടുണ്ട്. കോക്ലിയയിൽ നിന്ന് ഇമ്പൾസസ് ഓഡിറ്ററി നെർവിലൂടെ സെറിബ്രത്തിൽ എത്തുന്നു. അതാണല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി വെസ്റ്റിബുലാർ അപ്പാരറ്റസ് വെസ്റ്റിബുലാർ നെർവ് ഡാഷ് എന്നാണ് കൊടുത്തത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ നിന്ന് ഇമ്പൾസസ് വെസ്റ്റിബുലാർ നെർവിലൂടെ എവിടെ എത്തുന്നത്? മേലെ സെറിബ്രം ആണെങ്കിൽ ഇവിടെ വരുന്ന എന്താ? സെറിബെല്ലം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹിയറിംഗ് ഫ്ലോ ചാർട്ടാണ്. സൗണ്ട് വേവ്സ് ഇയർ പിന്ന, ഇയർ കനാൽ, ഇയർ ഡ്രം വൈബ്രേറ്റ്സ്, ഇയർ അസിക്കിൾസ്, ഓവൽ വിൻഡോ, കോക്ലിയ, പെരിലിംഫ്, എൻഡോലിംഫ്, stimulation in auditory receptors of the basilar membrane, impulse transmitted through auditory nerve, auditory center of the brain, hearing. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണല്ലേ. അതിൻ്റെ ഫ്ലോ ചാർട്ടും നമ്മൾ പറഞ്ഞ ആ ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പം അതുകൊണ്ട് അത് കൂടുതലായിട്ട് പറയുന്നില്ല. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇയർ ഇൻ മെയിൻറ്റെയിനിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി? ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതായത് ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇയറിൻ്റെ റോൾ എന്താണ്? ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിസപ്റ്റേഴ്സ് ഹെയർ സെൽസ് സീൻ ഇൻസൈഡ് ദ ആംബുല ഓഫ് ദ സെമി സർക്കുലർ കനാൽസ്, സെക്യൂൾ ആൻഡ് യൂട്രിക്കിൾ ആർ സ്റ്റിമുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഹെഡ്. The impulses formed thus will be transmitted to the cerebellum through the vestibular nerve. Cerebellum function as to maintain the equilibrium of the body. എന്താ പറഞ്ഞാൽ നമ്മുടെ ഹെഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ഇന്നർ ഇയറിലെ വെസ്റ്റിബ്യൂളിലും സെമി സർക്കുലർ കനാലിലുമുള്ള എൻഡോലിംഫിൻ്റെ മൂവ്മെൻറ്റിന് കാരണമാകുന്നു. ഇത് സെൻസറി ഹെയർസിനെ മൂവ് ചെയ്യിക്കുകയും ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഇമ്പൾസസ് വെസ്റ്റിബുലാർ നെർവിലൂടെ സെറിബെല്ലത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് ബോഡി ഇക്വിലിബ്രിയം സാധ്യമാവുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, വൈ കിഡിനെസ് ഈസ് ഫെൽറ്റ് വെൻ യു ടേൺ റൗണ്ട് ആൻഡ് റൗണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ വട്ടം ചുറ്റുമ്പോൾ തല കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? വെൻ വി ടേൺ റൗണ്ട് കണ്ടിന്യൂസ്ലി ദ എൻഡോലിംഫ് ഇൻസൈഡ് ദ സെമിസർക്കുലർ കനാൽ ആൻഡ് വെസ്റ്റിബിൾ ആർ also moves, and there will be continuous stimulation of the receptors and passing impulses to the cerebellum. അതായത് നമ്മൾ ഇങ്ങനെ വട്ടം കറങ്ങുന്ന സമയത്ത് സെമി സർക്കുലർ കനാലിലെയും വെസ്റ്റിബ്യൂളിലെയും എൻഡോലിംഫ് മൂവ് ചെയ്യുകയും അത് റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇമ്പൾസസിനെ സെറിബെല്ലത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഹെൻസ് cerebellum cannot coordinate the muscular activities properly and we feel giddiness. അതായത് ആ സമയത്ത് സെറിബെല്ലത്തിനെ നമ്മൾ ചെയ്യുന്ന മസ്കുലർ ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാതെ നമുക്ക് എന്താണ് തലകറക്കമായി അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു വി സെൻസ് ടേസ്റ്റ്? എങ്ങനെയാണ് നമുക്ക് ഒരു ടേസ്റ്റ് അറിയുന്നത്? കീമോ റിസപ്റ്റേഴ്സ് ഇൻസൈഡ് ദ മൗത്ത് ആൻഡ് ടങ് ഹെൽപ്പ് us ടു ഡിറ്റക്ട് ടേസ്റ്റ്. അതായത് ടേസ്റ്റിന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീമോ റിസപ്റ്റേഴ്സ് നമ്മുടെ ടങ്ങിലും മൗത്തിലും ഒക്കെ ഉണ്ട്. ദ കീമോ റിസപ്റ്റേഴ്സ് ഇൻസൈഡ് ദ പാപ്പിലെ ഓഫ് ദ ടങ് ആർ കോൾഡ് ആസ് ടേസ്റ്റ് ബഡ്സ്. പാപ്പിലയിലുള്ള കീമോ റിസപ്റ്റേഴ്സിനെയാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. സ്മെൽ ഓൾസോ ഇൻഫ്ലുവൻസ് ടേസ്റ്റ്. അതേപോലെ സ്മെല്ലും ടേസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ ഡിഫറെൻറ്റ് ടേസ്റ്റ് ബഡ്സ് ഓഫ് ദ ടങ്. ടങ്ങിലെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ബഡ്സ് ഏതൊക്കെയാണ്? സ്വീറ്റ്, സാൾട്ട്, സോർ, ബിറ്റർ. അതർ ടേസ്റ്റ് ക്രിയേറ്റഡ് ബൈ ദ ബ്രെയിൻ ഫ്രം ദ പ്രൈമറി ടേസ്റ്റ്. പ്രൈമറി ടേസ്റ്റിൽ നിന്നാണ് ബാക്കിയുള്ള ടേസ്റ്റൊക്കെ നമ്മുടെ ബ്രെയിന് ഡിറ്റക്ട് ചെയ്യുന്നത്. ദ പ്രൊജക്റ്റഡ് സ്ട്രക്ചേഴ്സ് സീൻ ഓൺ ദ ടങ് സർഫസ് ആർ നോൺ ആസ് ഡാഷ്. നമ്മൾ ടങ് സർഫസിൽ കാണുന്ന പ്രൊജക്റ്റഡ് സ്ട്രക്ചറിനെ പറയുന്ന പേര് പാപ്പിലെ. മേക്ക് എ ഫ്ലോ ചാർട്ട് ഓഫ് സെൻസിങ് ടേസ്റ്റ്. ടേസ്റ്റ് സെൻസ് ചെയ്യുന്നതിനുള്ള ഫ്ലോ ചാർട്ട്. ഫുഡ് പാർട്ടിക്കിൾ ഡിസോൾവ് ഇൻ ദ സലൈവ. ഫുഡ് പാർട്ടിക്കിൾസ് സലൈവയിൽ ഡിസോൾവ് ആവുന്നു. ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, ടേസ്റ്റ് ബഡ്സ് ആർ സ്റ്റിമുലേറ്റഡ്. ടേസ്റ്റ് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇമ്പൾസ് ഫ്രം ദ ട്രാൻസ്മിറ്റ് ത്രൂ ദ നെർവ്സ്. നെർവ്സിലൂടെ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ബ്രെയിനിലെത്തുന്നു. എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റ്. ടേസ്റ്റ് അറിയുന്നു. അടുത്തത്, റെക്കഗ്നൈസ് ദ ഫിഗർ എ ആൻഡ് ബി. ഫിഗർ എയും ബിയും റെക്കഗ്നൈസ് ചെയ്യാൻ. ഫസ്റ്റത്തെ ഫിഗർ എന്താണ്? ടേസ്റ്റ് ബഡാണ്. സെക്കൻഡ് വൺ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഫീൽ സ്മെൽ? എങ്ങനെയാണ് നമുക്ക് സ്മെൽ അറിയുന്നത്? വെൻ പാർട്ടിക്കിൾസ് എൻ്റർ ടു ദ നോസ്. നമ്മുടെ നോസിലേക്ക് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുമ്പം ആൻഡ് ഡിസ്പേഴ്സ് ഇൻ ദ മ്യൂക്കസ്. അത് നമ്മുടെ നോസിലെ മ്യൂക്കസിൽ ഡിസോൾവ് ആവുന്നു. ദ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഗെറ്റ് സ്റ്റിമുലേറ്റ്. മ്യൂക്കസിലുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആൻഡ് ദ ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ടറി നെർവിലൂടെ ഇമ്പൾസസ് ബ്രെയിനിലെത്തുകയും ചെയ്യുന്നു. ബ്രെയിൻ ഫീൽ സ്മെൽ. ബ്രെയിന് നമുക്ക് സ്മെല്ല് ഫീൽ ചെയ്യുന്നു. ദ എബിലിറ്റി ഓഫ് ഷാർക്ക് ടു സെൻസ് സ്മെൽ ഈസ് ഷാർപ്പ്. വൈ? എന്തുകൊണ്ടാണ് ഷാർക്കിൻ്റെ സ്മെല്ല് സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായത്? ഷാർക്ക് ഹാസ് ഹൈലി സെൻസിറ്റീവ് ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. കാരണം എന്താണ്? ഷാർക്കിന് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ. ഏറ്റവും വലിയ സെൻസ് ഓർഗൻ ഏതാണ്? സ്കിന്നാണ്. ദ സ്റ്റിമുലൈ ദാറ്റ് ക്യാൻ ബി റിസീവ്ഡ് ബൈ അവർ സ്കിൻ. നമ്മുടെ സ്കിന്ന് റിസീവ് ചെയ്യുന്ന സ്റ്റിമുലികൾ ഏതൊക്കെയാണ്? ഹീറ്റ്, ടച്ച്, പെയിന്, കോൾഡ് ആൻഡ് പ്രഷർ. ഹൗ സ്കിൻ പെർഫോം ആസ് എ സെൻസ് ഓർഗൻ. എങ്ങനെയാണ് സെൻസ് ഓർഗനായി സ്കിന്ന് പെർഫോം ചെയ്യുന്നത്? ഹീറ്റ്, കോൾഡ്, ടച്ച്, പ്രഷർ ആൻഡ് പെയിൻ ആർ ഫെൽറ്റ് ബൈ അവർ സ്കിൻ. വെൻ ദീസ് റിസപ്റ്റേഴ്സ് ആർ സ്റ്റിമുലേറ്റഡ്, ഇമ്പൾസസ് ഫ്രം ദ ഫോം ആൻഡ് റീച്ച് ഇൻ ദ സെറിബ്രം ഓഫ് ഇറ്റ്സ് പെർസെപ്ഷൻ. എന്താ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഹീറ്റ്, പ്രഷർ, പെയിന്, ടച്ച് ഇവയൊക്കെ അറിയാനുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ഹീറ്റ് റിസപ്റ്റർ, ടച്ച് റിസപ്റ്റർ ഇവയെല്ലാം ഉണ്ട്. ഇവ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഇമ്പൾസസിനെ ഫോം ചെയ്യുകയും ആ ഇമ്പൾസസ് ബ്രെയിനിലെത്തുമ്പോൾ നമുക്ക് ആ സെൻസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഐസ് ഓഫ് എൻ ഇൻസെക്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ ക്ലസ്റ്റർ ഓഫ് ഫോട്ടോ റിസപ്റ്റേഴ്സ് കോൾഡ് ഡാഷ്. അതായത് ഇൻസെക്ട്സിൻ്റെ ഐസിലുള്ള അവരുടെ കണ്ണിലുള്ള ഫോട്ടോ റിസപ്റ്റേഴ്സിൻ്റെ കൂട്ടം.
ക്ലസ്റ്റേഴ്സിന്. അതിന് പറയുന്ന പേരെന്താണ്? ഒമറ്റീഡിയ. ഓക്കെ, ഹൗസ് ഫ്ലൈ ഒമറ്റീഡിയ, പ്ലനേറിയ ഡാഷ്. ഹൗസ് ഫ്ലൈയിൽ ഒമറ്റീഡിയ എന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് ക്ലസ്റ്റർ ഉണ്ട് അല്ലേ. പ്ലനേറിയയിലോ എന്താണ്? ഐ സ്പോട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പെഷ്യൽ ഓൾഫാക്ടറി ഓർഗൻ സീൻ ഇൻ ദ മൗത്ത് ഓഫ് സ്നേക്ക്. സ്നേക്കിൻ്റെ വായിലുള്ള സ്പെഷ്യൽ ഓൾഫാക്ടറി ഓർഗൻ ഏതാണ്? ജാക്കബ്സൺസ് ഓർഗൻ. ഹൗ ഈസ് ദ ലാറ്ററൽ ലൈൻസ് ഇമ്പോർട്ടൻറ്റ് ടു ദ ഷാർക്ക്? ഷാർക്കിന് എങ്ങനെയാണ് അതിൻ്റെ ലാറ്ററൽ ലൈൻസ്, അതിൻ്റെ രണ്ട് സൈഡിലുള്ള ലാറ്ററൽ ലൈൻസ് ഹെൽപ്ഫുൾ ആവുന്നത്? ദ റിസപ്റ്റേഴ്സ് ഇൻ ദ ലാറ്ററൽ ലൈനിലുള്ള റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ടു ഡിറ്റക്ട് ദ ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് ബോഡി ബാലൻസിങ്ങിൻ്റെ ചേഞ്ചിന് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് വിൻഡോസ് ഓഫ് നോളജ് എന്ന ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററായിട്ട് ഉടൻ തന്നെ കാണുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.